എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 15 ശ്ലോകം 36, 37, 38, 39, 40, 41 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 6 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 15ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. പരശുരാമൻ ദേഷ്യപ്പെട്ട് ചേർന്ന് യുദ്ധത്തിന് വന്ന കാർത്തവീര്യാർജുനന്റെ 1000 കൈകളും മുറിച്ചു. മാത്രമല്ല അദ്ദേഹത്തിനെ വധിക്കുകയും ചെയ്തു. എന്നിട്ട് കാമധേനുവിനെയും കൊണ്ടുവന്ന് പിതാവിന് സമർപ്പിക്കണം. പക്ഷെ പിതാവിന് ജമദഗ്നി മഹർഷി അതുകൊണ്ട് സന്തോഷിക്കുകയല്ല ചെയ്തത്. രാജാവിനെ വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമായി. രാമനെ ഉപദേശിക്കുന്നു അടുത്ത ശ്ലോകങ്ങളിൽ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 36. അഗ്നിഹോത്രീം ഉപാവർത്യ സവത്സാം പരവീരഃ സമുപേത്യാശ്രമം പിത്രേ പരിക്ലിഷ്ടാം സമർപ്പയൽ. പരിക്ലിഷ്ടാം ദുഃഖിതയായും സവത്സാം കുട്ടിയോടുകൂടിയതുമായ അഗ്നിഹോത്രിയും ധേനുവിനെ ഉപാവർത്തിയ മടക്കിയിട്ട് ആശ്രമം സമുപേത്യ ആശ്രമത്തെ പ്രാപിച്ചിട്ട് പരവീരഹ ശത്രുക്കളെ സംഹരിക്കുന്ന രാമൻ പിത്രേ പിതാവിനായിക്കൊണ്ട് സമർപ്പയൽ സമർപ്പിച്ചു. അപ്പൊ കാമധേനു വല്ലാത്ത വിഷമിച്ചിരിക്കായിരുന്നു. ഏതോ ആള് വന്ന് കൊണ്ടുപോവാണ്, അപഹരിച്ചു കൊണ്ടുപോകല്ലേ. ജമദഗ്നിയുടെ അടുത്തുനിന്ന് പോവാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാമധേനുവിന്. പക്ഷെ ബലാത്കാരേണ പിടിച്ചു കൊണ്ടുപോയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നായിരുന്നു കാമധേനും കുട്ടിയും കൂടിയിട്ട്. അങ്ങനെ അവരെ തിരിച്ച് കൂട്ടിക്കൊണ്ട് പർണശാലയിൽ വന്ന് കാമധേനുവിനെ ഞാൻ കാർത്തവീര്യാർജുനെ ഞാൻ വധിച്ചു, അവൻ അഹങ്കാരം കൊണ്ടല്ലേ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പിതാവിന് സമർപ്പിച്ചു ധേനുവിന്. സ്വകർമ്മ തൽകൃതം രാമാപിത്രേ ഭ്രാതൃഭ്യേവ ച വർണ്ണയാമാസ തച്ഛ്രുത്വാ ജമദഗ്നി അഭാഷത. തൽകൃതം സ്വകർമ്മം ആവിധം ചെയ്യപ്പെട്ട തന്റെ കർമ്മത്തെ രാമൻ പിത്രേ ഭ്രാതൃഭ്യ ഏവച പിതാവിനോടും ഭ്രാതാക്കളോടും വർണ്ണയാമാസ വർണ്ണിച്ചു. തത് ശ്രുത്വ അതിനെ കേട്ടിട്ട് ജമദഗ്നി അഭാഷത ജമദഗ്നി പറഞ്ഞു. രാമൻ ചെയ്ത അർജുനന്റെ വധം അതങ്ങോട്ട് കേട്ടപ്പോ വളരെ സങ്കടായി ജമദഗ്നി മഹർഷിക്കും. അപ്പൊ ജമദഗ്നി പരശുരാമനോട് പറയണം, രാമ രാമ മഹാബാഹോ ഭവാൻ പാപം അകാരശീത് അവധീന്നരദേവം യത് സർവദേവമയം വൃഥാ. ഭവാൻ നീ സർവദേവമയം സർവദേവസ്വരൂപനായ നരദേവം രാജാവിനെ അവധിയിൽ യത് വധിച്ചുവെന്നത് യാതൊന്നോ തത് അതുകൊണ്ട് പാപത്തെ അകാരശി ചെയ്തു. ഹേ രാമ രാമ മഹാപരാക്രമശാലി, നീ മഹാപരാക്രമശാലിയാണ്, പക്ഷേ നീ പാപമാണ് ചെയ്തത്. മനുഷ്യരെ പരിപാലിക്കുന്ന രാജാവ് സർവദേവസ്വരൂപനാണ്. അങ്ങനെ ഇരിക്കെ നീ അദ്ദേഹത്തെ വെറുതെ വധിച്ചുല്ലോ. തപോധനന്മാരായ നമ്മൾക്ക് ആ ധേനു പോയത് കൊണ്ട് യാതൊരു ഹാനിയും സംഭവിക്കില്ല. അതുകൊണ്ട് നീ ആ രാജാവിനെ വധിച്ചത് വ്യർത്ഥം തന്നെയായി പറഞ്ഞു ജമദഗ്നി. വയം ഹി ബ്രാഹ്മണാസ്താദ ക്ഷമയാർഹണതാം ഗതാ യയാ ലോകഗുരുർദേവ പാരമേഷ്ഠ്യമഗാൽപദം. ദാദാ വത്സ ബ്രാഹ്മണ വയം ബ്രാഹ്മണരായ നമ്മൾ ക്ഷമ കൊണ്ട് അർഹണതാം യോഗ്യതയെ ഗതാ പ്രാപിച്ചവരാണ്. ലോകഗുരു ദേവ ലോകപിതാവായ ദേവൻ യാതൊന്നിനാൽ പാരമേഷ്ഠ്യം പദം ലോകോത്തമമായ സ്ഥാനത്തെ അഗാധ ഗമിച്ചു. ഹേ ബാല ഉണ്ണി, നമ്മള് ബ്രാഹ്മണരാണല്ലോ. ക്ഷമ കൊണ്ട് തന്നെയാണ് നമ്മൾ പൂജ്യത പ്രാപിച്ചിരിക്കുന്നത്. ലോകഗുരുവായ സാക്ഷാൽ ബ്രഹ്മദേവൻ കൂടി ക്ഷമ കൊണ്ടാണ് ഏറ്റവും ഉന്നതൻ ആ പരമേഷ്ഠി എന്ന മഹിമ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ജീവനോപായമായ ധേനുവിനെ അപഹരിച്ചത് കൊണ്ടല്ലേ ഞാൻ അവനെ ഹനിച്ചത് എന്ന് നീ വിചാരിക്കണമെങ്കിൽ ആ വിചാരം ശരിയല്ല. അന്യന്മാര്
ചെയ്യുന്ന അപരാധത്തെ ക്ഷമിക്കുകയാണ് വേണ്ടത്. ആ ക്ഷമ തന്നെയാണ് ബ്രാഹ്മണരായ നമ്മൾക്ക് ഭൂഷണം. ക്ഷമയാ രോചതേ ലക്ഷ്മി ബ്രാഹ്മി സൗരി യഥാ പ്രഭ ക്ഷമിണാമാശു ഭഗവാൻ തുഷ്യത്തെ ഹരി ഈശ്വര. ബ്രാഹ്മി ലക്ഷ്മി ബ്രാഹ്മണരെ സംബന്ധിച്ചിരിക്കുന്ന തേജസ് സൗര്യപ്രഭ യഥ സൂര്യപ്രഭ എന്ന പോലെ ക്ഷമയാരോചത്തെ ക്ഷമ കൊണ്ട് വിളങ്ങുന്നു. ഭഗവാൻ ഈശ്വര ഹരി ഭഗവാനും ഈശ്വരനുമായ ഹരി ക്ഷമിണാം ക്ഷമയുള്ളവരുടെ നേരെ ആശു തുഷ്യത്തെ വേഗത്തിൽ സന്തോഷിക്കുന്നു. ഉണ്ണി ക്ഷമ കൊണ്ട് മാത്രമേ ബ്രാഹ്മണരുടെ തേജസ് സൂര്യ തേജസ് എന്ന പോലെ അധികം വിളങ്ങുള്ളൂ. ഉത്കൃഷ്ടമായ ക്ഷമാഗുണമുള്ളവരുടെ നേരെ ഭഗവാനും സർവേശ്വരനുമായ ശ്രീഹരി വേഗത്തിൽ സന്തോഷിക്കും. രാജ്ഞോ മൂർധാവസിക്തസ്യ വധോ ബ്രഹ്മവധാൽ കുരു തീർത്ഥ സംസേവയാ ജാംഹോ ജഹ്യംഗ അച്യുതചേതന. മൂർധാവസിക്തസ്യ രാജ്ഞ രാജ്യപരിപാലനത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ട രാജാവിന്റെ വധ ഹനനം ബ്രഹ്മവധാൽ ഗുരു ബ്രാഹ്മണ വധത്തെക്കാൾ ശക്തിയുള്ളതാവുന്നു. അംഗ ഹേ ബാല അച്യുതചേതന അച്യുതനിൽ മനസ്സിനെ സമർപ്പിക്കുന്നവനായിട്ട് തീർത്ഥ സംസേവയ തീർത്ഥങ്ങളുടെ സംസേവ കൊണ്ട് അംഹ ജഹി അംഹസിനെ അതായത് പാപത്തെ കളഞ്ഞാലും. ഹേ ഉണ്ണി ബാല എന്ന് വിളിക്കണം. ഉണ്ണി രാജ്യം പരിപാലിക്കാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്ന രാജാവ് രാജ്യം പരിപാലിക്കാനല്ലേ രാജാവിനെ അഭിഷേകം ചെയ്ത് മഹാരാജാവാക്കണത്. അങ്ങനെയുള്ളവരുടെ വധം അങ്ങനെയുള്ള ആ രാജാവിന്റെ വധം ബ്രാഹ്മണ വധത്തേക്കാൾ കഠിനമായ പാപാണ്. അതുകൊണ്ട് ഉണ്ണി നീ ശ്രീഹരിയെ സ്മരിച്ചുകൊണ്ട് ഗംഗാദി തീർത്ഥങ്ങളില് സ്നാനം ചെയ്ത് പാപം പരിഹരിക്കൂ എന്നതാ ഉപദേശിക്കണു ജമദഗ്നി മഹർഷി പരശുരാമന്. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ പരശുരാമചരിത നിരൂപണം നാമ പഞ്ചദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 15ാമത്തെ അധ്യായം ശ്രീഹരിയുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണു. കായേന വാചാ മനസേന്ദ്രിയർവാ ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.